നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം അവലോകനം ചെയ്യുന്നതിനായി CPIM വിളിച്ചു ചേർത്ത ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകൾ മുതൽ ഓരോ ജില്ലകളിലെയും ഓരോ മണ്ഡലങ്ങളിലെയും പ്രശ്നങ്ങളും യോഗങ്ങളിൽ ചർച്ചയായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുമുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റികളിലും തുടരുന്നു. പാർട്ടി ജനങ്ങളുമായി അകന്നതെന്ന അടക്കമുള്ള വിലയിരുത്തലുകളും യോഗങ്ങളിൽ വ്യാപകമായി ഉയർന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പിണറായി വിജയൻ ഇന്നാദ്യമായി ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയതും ശ്രദ്ധേയമായി. കണ്ണൂർ നെടിയേങ്ങ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിലാണ് പിണറായി വിജയൻ സംസാരിച്ചത്. തോൽവി അംഗീകരിക്കുന്നതായും എന്നാൽ ഇതൊരു അവസാനമായി കാണേണ്ടതില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. പാർട്ടിക്ക് ഇനി വലിയ ഉത്തരവാദിത്തമാണ് വരാൻ പോകുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കനത്ത പരാജയത്തിനൊടുവിൽ തിരുത്തേണ്ടത് തിരുത്തി തിരിച്ചുവരവിന്റെ പാതയിലാണോ ഇടതുപക്ഷം? കാണാം RD Extra. പരാജയത്തിന്റെ കാരണം വിലയിരുത്താനുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനും സംസ്ഥാന സമിതി യോഗത്തിനും പിന്നാലെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ പിഴവുകൾ മുതൽ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടണം എന്നുള്ള വിമർശനങ്ങൾ വരെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഉയർന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യവും ഏകാധിപത്യ ശൈലിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃപരാജയവും തിരിച്ചടിയായെന്നാണ് പല ജില്ലാ കമ്മിറ്റികളിലും ഉയർന്ന പ്രധാന വിമർശനം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോഴുള്ള ധാർഷ്ട്യവും ശരീരഭാഷയും ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി. വസ്തുനിഷ്ഠമായ വിശകലനം നടത്താൻ നേതാക്കൾ തയ്യാറാകണമെന്നും ജില്ലാ കമ്മിറ്റികളിൽ ആവശ്യമുയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ, ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്തൽ, വിമത നീക്കങ്ങളെ ചെറുക്കുന്നതിലെ പിഴവ്, ന്യൂനപക്ഷങ്ങൾക്കെതിരായത് തുടങ്ങി ഓരോ വിഷയങ്ങളിലും ഇഴകിയേറിയ ചർച്ചകളും അതിരൂക്ഷ വിമർശനങ്ങളുമാണ് ഓരോ ജില്ലയിലും ഉണ്ടായത്. എന്നാൽ പാർട്ടി യോഗങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം ഊതിപ്പെരുപ്പിച്ചതാണെന്നാണ് CPIM നിലപാട്. RD Extra, ന്യൂസ് മലയാളം. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആദ്യമായി പിണറായി വിജയൻ രാഷ്ട്രീയ പരിപാടിയിൽ പ്രസംഗിച്ചു. ഈ പരാജയം CPIMന്റെയോ LDFന്റെയോ അവസാനമായി ആരും കാണേണ്ടെന്നും കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആ വാക്കുകളിലേക്ക് ആദ്യം. ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധി എഴുതിയത്. ആ ജനവിധി ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഈ പരാജയം CPIMന്റെയോ LDFന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല, കൂടുതൽ ജനപിന്തുണയോടെ കൂടുതൽ കരുത്തോടെ CPIMും LDFും തിരിച്ചു വരും. വലിയ പരാജയം ഏറ്റുവാങ്ങിയ രാഷ്ട്രീയ പശ്ചാത്തലം പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നും സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കുകയും ചെയ്യുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗവൺമെന്റിനെ ഞങ്ങൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിയാത്മകമായ ഏറ്റവും ശരിയായ വിമർശനങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഗവൺമെന്റിനെ കാണുക എന്നുള്ളതാണ്. ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും അംഗീകരിക്കും. വിമർശനാത്മകമായി കാണേണ്ടതിനെ വിമർശനാത്മകമായിട്ട് മുന്നോട്ടേക്ക് വെക്കുകയും ചെയ്യും, കാര്യങ്ങൾ അവതരിപ്പിക്കും. ഈ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതേസമയം ഇതുവരെ ഉണ്ടായ ചർച്ചകളിൽ എവിടെയും നേതൃമാറ്റത്തിനുള്ള ആവശ്യം ശക്തമായി ഉയർന്നു വന്നിട്ടില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. തോൽവി സംബന്ധിച്ച പരിശോധന പൂർത്തിയായ ശേഷം നിലപാട് അറിയിക്കുമെന്നും പിശകുണ്ടെങ്കിൽ തിരുത്തുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അതിലേക്ക് കൂടി ഇതുവരെ നടന്ന ചർച്ചയിലോ നിലപാടുകളിലോ ഒരു നേതൃമാറ്റത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായ തിരിച്ചടി ശക്തമായിട്ട് വന്ന സമയത്ത് അതിൽ നിന്ന് കരകയറി 98 സീറ്റ് വരെ ലഭിക്കുന്നിടത്തിലേക്കും കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഭരണ തുടർച്ച ലഭിക്കുന്നിടത്തിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എത്തിയല്ലോ. ഇപ്പോൾ ശക്തമായ തിരിച്ചടി ഏറ്റിട്ടുണ്ട്. ആ തിരിച്ചടിക്ക് കാരണമായ വസ്തുതകൾ ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് ഞങ്ങൾ തിരുത്തൽ നടപടികൾക്ക് വിധേയമാകുമെന്നുള്ള ഞങ്ങളുടെ പൊതു സമീപനം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിമർശനം മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുത് എന്ന് M സ്വരാജ് പറഞ്ഞു. തോൽവിക്ക് കാരണം വ്യക്തിയുടെ വീഴ്ചയാണെന്ന വാദം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും പരാജയത്തിന് ഞങ്ങളെല്ലാം അവകാശികളാണെന്നും M സ്വരാജ് പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാലും വിജയമുണ്ടായാലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. അത് ശാസ്ത്രീയമല്ല, അത് സമഗ്രമല്ല, അത് ഇടതുപക്ഷ വിശകലനത്തിൻ്റെ ഭാഗവുമല്ല. വിജയമായാലും പരാജയമായാലും
ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടേണ്ടത്. പരാജയപ്പെടുമ്പോൾ ഒരു ടീമായി പ്രവർത്തിച്ച് വന്നിട്ടുള്ളൊരു പരാജയമാണ്. ആ പരാജയത്തിന് ഞങ്ങളെല്ലാം അവകാശികളാണ്. പേരാവൂരിൽ മത്സരിച്ചത് പാർട്ടി കൂട്ടായി എടുത്ത തീരുമാനമാണെന്നും നല്ല മത്സരം കാഴ്ചവെച്ച് സീറ്റ് പിടിച്ചെടുക്കാമെന്നായിരുന്നു പ്രതീക്ഷയെന്നും കെ ശൈലജ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തും. ഏത് സീറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ വിജയസാധ്യത എന്താണ്. ആ ചർച്ച എന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ ഞാനായിട്ട് നടത്തുന്ന ഒന്നല്ല. എല്ലാവരും കൂടി അതിൻ്റെ സാധ്യതകൾ അവലോകനം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പ്രയാസമുള്ള സീറ്റാണ് പേരാവൂർ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം 15 വർഷമായിട്ട് UDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നു എന്ന് മാത്രമല്ല UDF ശക്തമായ അടിത്തറയുള്ളൊരിടാണ്. അപ്പോൾ ആ പ്രയാസം പറഞ്ഞിരുന്നു. എന്നാൽ ആ പ്രയാസത്തിൻ്റെ ഇടയിൽ തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് എല്ലാവരും ആലോചിച്ചത്. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിശകലനത്തിനായി നമ്മളുള്ളത് കോഴിക്കോട് നിന്നും. പ്രസാദ്, ഇതിൽ ഏറ്റവും ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാം, പ്രസാദിനും കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്നാലും ഇതിൽ ഏറ്റവും ബേസിക്കായി വരുന്നത് ഇതിൽ ആളുകളുമായുള്ള കണക്ഷൻ ഇവിടെ വളരെയധികം മിസ്സിംഗ് ആണ്. അത് നേതാക്കളും പാർട്ടി അണികളും തമ്മിലുള്ളത് എന്നുള്ളതാണ്. അതിൽ അണികൾ എപ്പോഴും കരുതുന്നത് ഈ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കളുമൊക്കെ നമ്മളിൽ ഒരുവർ എന്നുള്ള നിലയ്ക്കാണല്ലോ ഈ പാർട്ടി കാണുന്നത്. പാവങ്ങളുടെ പാർട്ടി എന്നാണല്ലോ സ്വതവേ പറഞ്ഞു വെക്കാറ്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെയാണ് അങ്ങനെയല്ല എന്ന് തോന്നുമ്പോൾ ഇത് വളരെയധികം ജനങ്ങളുമായി അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളെ അവരുടെ നേതാവായി ആ പാർട്ടിയിൽ നിന്ന് അവർ തന്നെ ചൂസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ നേതാക്കളാകുന്നത് എന്നുള്ളതാണല്ലോ അതിൻ്റെ ബേസിക്. പക്ഷേ അങ്ങനെയല്ല എന്ന് വരുന്ന ഒരു തോന്നലിലാണ് ഈ കണ്ട ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഏകാധിപതി എന്നടക്കമുള്ള വിമർശനങ്ങൾ, വലിയ അർത്ഥമുള്ള വാക്കുകളൊക്കെ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടത് വരുന്നതും അങ്ങനെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരു വാക്കുകളാണ് ഇന്നുണ്ടായത്. ഇത്ര ദിവസങ്ങൾക്ക് ശേഷം അത് പിണറായി വിജയൻ്റെ വാക്കുകളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ മുൻ മുഖ്യമന്ത്രി എന്ന നിലക്കല്ല ആ പാർട്ടിയുടെ അണികൾ കേൾക്കാനിരുന്നത്. അദ്ദേഹം പാർട്ടിയുടെ ശബ്ദം എന്ന നിലക്ക് കൂടിയായിരുന്നു അദ്ദേഹത്തെ കേൾക്കാൻ അണികൾ തയ്യാറായതും കാതോർത്തും ഇരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് തോൽവി അത്രയധികം ആഘാതമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഒരു വിധത്തിൽ ആത്മധൈര്യം കൊടുത്ത് ചേർത്ത് നിർത്തേണ്ടതും ഉയർത്തിക്കൊണ്ടുവരേണ്ടതും അത്രയധികം ഊർജ്ജം കൊടുക്കേണ്ട ഒരാളായിരുന്നു. അദ്ദേഹമായിരുന്നു ഇത്രയും ദിവസം മൗനത്തിലിരുന്നത്. അത് ഇന്ന് സംഭവിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയും സർക്കാരും ഒക്കെ ഒരേപോലെ പ്രവർത്തിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴാണല്ലോ ഈ ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലൊരു വിശ്വാസം പോകുന്നത്. നേരത്തെ പ്രവർത്തിച്ചിരുന്നത് സർക്കാരും പാർട്ടിയായിട്ടുമായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് വിശകലനത്തിൽ നിന്ന് മനസ്സിലാകുക. അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയായിട്ടല്ല, മുൻ മുഖ്യമന്ത്രിയായിട്ടല്ല ഇപ്പം പിണറായി വിജയനെ കാണുന്നത്. അദ്ദേഹം പാർട്ടിയുടെ കൂടെ ശബ്ദമാകേണ്ട ഒരു സമയം കൂടിയാണ്, അവിടുത്തെ അണികളുടെ ശബ്ദമാകേണ്ട സമയം കൂടിയാണ്. പ്രസാദിന് എന്താണ് തോന്നുന്നത്? ശ്യാമിലി, മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്. അതായത് 15 ദിവസം കാത്തിരിക്കേണ്ടി വന്നു മുൻ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അന്ന് പരാജയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യ പ്രതികരണം നടത്താൻ എന്നുള്ളതാണ്. ഒരു പൊതുയോഗത്തിൽ വെച്ചാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി തിരിച്ചു വരുമെന്നുള്ളത്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, LDF സംബന്ധിച്ചിടത്തോളം, CPM സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആത്മവിശ്വാസം നൽകേണ്ട അല്ലെങ്കിൽ നൽകുന്ന വാക്കുകളാണ്. പക്ഷേ എന്തുകൊണ്ട് അന്ന് തന്നെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടതാണ് ഇതിനേക്കാൾ വലിയ തോൽവി തമിഴ്നാട്ടിൽ സ്റ്റാലിൻ നേരിട്ടതാണ്. അപ്പോൾ അവരെല്ലാം അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആളുകളെ അഭിസംബോധന ചെയ്ത് ഞങ്ങളെ ജനം അംഗീകരിച്ചില്ല, തെറ്റിതിരുത്തി മുന്നോട്ട് വരും എന്നുള്ളതാണ്. അതിൽ പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അത് വന്നത്. ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. ഇനിയിപ്പോൾ ഈ വിമർശനങ്ങളിലേക്ക് കടന്നാൽ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവർക്കും വിമർശിക്കാം എന്ന് സംസ്ഥാന സെക്രട്ടറി, നമ്മളത് ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്, പറഞ്ഞതിന് ശേഷം നടക്കുന്നതാണല്ലോ. ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു, ജില്ലാ കമ്മിറ്റികൾ കഴിഞ്ഞു. കേരളത്തിലെ മുഴുവൻ അല്ലെങ്കിൽ CPM എല്ലാ ഇത്തരം സമിതികളിലെല്ലാം രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങുന്ന 2 പേര്, ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനുമാണ്. അതാണ് നേരത്തെ ശ്യാമിലി പറഞ്ഞതുപോലെ പല പദപ്രയോഗങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു വിമർശനങ്ങളുണ്ട് എന്ന് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഏകാധിപതി, ധാർഷ്ട്യം, അതോടൊപ്പം തന്നെ ആളുകളോടുള്ള പെരുമാറ്റം. MV ഗോവിന്ദനെതിരെയാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾ വരുന്നത്. ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചതും അവരൊരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അത്തരം പരിചയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പാർട്ടിയിലെ സാധാരണ ആളുകൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അംഗീകരിച്ചിരുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ് പിന്നീട് വന്ന പ്രതികരണങ്ങളെല്ലാം. ഇപ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഇത് തുടങ്ങിയതേ ഉള്ളൂ. ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ തലങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഏരിയ കമ്മിറ്റികളിലേക്കും ലോക്കൽ കമ്മിറ്റികളിലേക്കും അതോടൊപ്പം തന്നെ ബ്രാഞ്ചുകളിലേക്കുമൊക്കെ ഇത് മാറുകയും ആ ചർച്ച കുറച്ചുകൂടി തുറന്ന ചർച്ചയായി മാറുമ്പോൾ കൂടുതൽ വിമർശനം അവരുടെ നേതാക്കൾക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിൽ
ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ എം സ്വരാജ് പറഞ്ഞതുപോലെ ഇത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ല ഇതിന്റെ വിമർശനം നടത്തുന്നത്. അതല്ല കമ്മ്യൂണിസ്റ്റ് രീതി. ഇത് കൂട്ടായി എടുത്ത തീരുമാനമാണ്. പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും അതുകൊണ്ടാണ് പരാജയപ്പെട്ടാൽ ഒരാളെ മാറ്റി വേറൊരാളെ പ്രതിഷ്ഠിക്കാത്തതും, അല്ലെങ്കിൽ വിജയിച്ചാൽ ഒരാൾക്ക് മാത്രമായി അതിന്റെ അവകാശം പോകുന്നത്. എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അതൊരു ശരിയായ നിരീക്ഷണം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ വരേണ്ടത്. പക്ഷേ ഇവിടെ ആളുകളുടെ വിമർശനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രചാരണ രീതി മുതൽ ഓരോ വിഷയങ്ങളോടുള്ള സമരങ്ങളോടുള്ള സമീപനം, അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിലുണ്ടായിട്ടുള്ള തിരിച്ചടികൾ, അതോടെ ഓരോ വിഷയങ്ങൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളോട് ഉള്ള മൗനം പാലിച്ചു നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇതിനുശേഷം നടത്തിയിട്ടുള്ള മുസ്ലിം ലീഗിനെ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിനെതിരെ വലിയ വിമർശനം ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയും, അതായത് അത്തരം വിമർശനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയും CPM പോലും അങ്ങനെ പരാമർശം നടത്തി. ഇത് തന്നെയായിരുന്നു CPMന്റെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ വിമർശനങ്ങൾ ലീഗിനെതിരെ എന്ന് അവർ പറയുമ്പോൾ പോലും അതൊരു വർഗീയ പരാമർശത്തോട് കൂടിയിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളോട് യോജിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം അന്ന് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചടികൾക്ക് പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാ വശങ്ങളിൽ നിന്നും അത് പരിശോധിച്ച് തിരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കൂട്ടായ നേതൃത്വത്തിലാണ് ഈ പരാജയം സംബന്ധിച്ചതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില കമ്മിറ്റികൾ ഉയർന്നു എന്ന് നമ്മൾ കേട്ടതുപോലെ പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നോ അല്ലെങ്കിൽ MV ഗോവിന്ദനെ മാറ്റണമെന്നോ CPMന് അങ്ങനെ ഒരു രീതിയില്ല. അവരുടെ സമ്മേളനത്തിലാണ് അത്തരം സംസ്ഥാന സെക്രട്ടറിമാരെയൊക്കെ മാറ്റുകയും അല്ലെങ്കിൽ പുതിയ ആൾ വരികയും ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഗൗരവമായ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരു തോൽവിയുടെ ജയവും പരാജയവുമല്ല അവരെ അതിൻ്റെ മാനദണ്ഡമായി കണക്കുക. പക്ഷേ ഇത്തരം വിമർശനങ്ങൾ കൂടി വരുമെന്ന കാര്യത്തിൽ വലിയ തർക്കം ഇല്ല. എല്ലാ സ്ഥലങ്ങളിലും ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏരിയ കമ്മിറ്റികളിലേക്കൊക്കെ വരുമ്പോൾ ഇതിനേക്കാൾ രൂക്ഷമായ വിമർശനങ്ങളായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. കാരണം താഴെത്തട്ടിൽ ഉണ്ടാകുന്ന അവർ ദൈനംദിന ആളുകളെ കാണുന്നത് ഇപ്പോൾ ബ്രാഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരൂക്ഷമായിരിക്കും. കാരണം നേരിട്ട് ആളുകളിൽ നിന്ന് കേൾക്കുന്ന വിമർശനങ്ങളൊക്കെ അവരാണ് കേൾക്കുന്നത്. നേതാക്കന്മാരിലേക്ക് അത്തരം വിമർശനങ്ങൾ വരുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ അതുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുക. ഒരുപക്ഷെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ LDF തിരിച്ചു വരും എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അവർ നൽകിയ ആത്മവിശ്വാസം പോലെ തന്നെ ആ തെറ്റുതിരുത്തൽ ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത്തരം വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു കാര്യം കൂടി സ്വരാജ് പറഞ്ഞതുപോലെ ഇത് വിമർശിക്കാൻ വേണ്ടി കൂടി തന്നെയാണ്, തെറ്റിതിരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമാണ് വിമർശനം എന്നതുകൂടി നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട്. ശരി പ്രസാദ്, വ്യക്തമാണ്. എന്തായാലും ഈ വിമർശനങ്ങളൊക്കെ തുടരും. കാരണം ഒന്നാമത് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു, MV ഗോവിന്ദൻ അണികൾക്ക് നിർഭയമായും താഴെത്തട്ടിൽ യോഗങ്ങൾ ചേരുമ്പോൾ നിർഭയമായും സ്വതന്ത്രമായും ഒക്കെ അഭിപ്രായം പറയാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയധികം വിമർശനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മൂർച്ച കൂടും എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന കമ്മിറ്റിയിൽ നിന്ന് ഇന്നത് പറഞ്ഞു അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കും തോന്നുന്നത്. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് കോഴിക്കോട് നിന്നും ഇതിൻ്റെ വിശകലനവുമായി ചേർന്നത്. നന്ദി പ്രസാദ്. ഇനി ഇന്നത്തെ RDX ഇവിടെ അവസാനിക്കുകയാണ്. ഗുഡ് നൈറ്റ്.